സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് കുറേ സ്ഥലത്ത് ചിരിച്ചു. എന്തെങ്കിലും പറയാൻ പേടിയാണ്. അങ്ങനെയല്ല, കുറച്ച് സ്ഥലത്ത് ചിരിച്ചു. ഓക്കെ, അപ്പൊ കുറച്ച് സ്ഥലത്ത് ചിരിച്ചപ്പോ അതുപോലെ ഓഡിയൻസും കുറച്ച് സ്ഥലത്ത് ചിരിച്ചാൽ നല്ലതല്ലേന്ന് തോന്നി ഞാൻ ചെയ്തതാണ്. കുറച്ച് സ്ഥലത്ത് ചിരിച്ചു. സയനോര എങ്ങനെയാ സിനിമയിലേക്ക് വന്നേ? എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ, ഒരു ഐഡിയ ഇല്ല ഞാൻ എങ്ങനെയാ സിനിമയിൽ വന്നത്. എനിക്കൊരു കോൾ വന്നു, എന്റെ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു ഹായ് ഒരു പടത്തിൽ അഭിനയിക്കാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. വിനീതിന്റെ പടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ എന്തിനാ കാസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അഭിനയിച്ചു കഴിഞ്ഞിട്ട് അറിയില്ലേ? അഭിനയിച്ചു കഴിഞ്ഞിട്ട് അറിയാം, അറിയാമായിരുന്നു. ഞാൻ എന്നെ ചീത്ത വിളിക്കാൻ ഒരാള് വേണമായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് നിന്നെ കാസ്റ്റ് ചെയ്തത്. ഞാൻ എന്തെങ്കിലും ആലോചിച്ചു എന്തെങ്കിലും വ്യത്യസ്തമായിട്ട്, ഇങ്ങനെ നിങ്ങളോട് രണ്ടുപേരോട് രണ്ട് പാട്ടുകാർ വന്നിരിക്കുന്ന പാട്ട് പാടാവോ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു ഗുമ്മില്ല. അതുകൊണ്ട് ഇന്ന് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും പാട്ടിലൂടെ ഞാനൊരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏത് ഇന്റർവ്യൂവിലും വിനീതേട്ടനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പാടിക്കുന്ന ഒരു പാട്ടുണ്ട്, എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് ഇന്ന് സയനോര പാടും. സയനോരെ കൊണ്ട് എപ്പോഴും പാടിക്കാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, ബെങ്കി ബെങ്കി ബൂം എന്ന് പറഞ്ഞിട്ട്. അത് വിനീതേട്ടനും പാടും. ഞാൻ പാടും. ആണോ?